നമസ്കാരം. ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുളിച്ചു കഴിഞ്ഞാൽ നടു ആദ്യം തുടച്ചില്ലെങ്കിൽ നടുവേദന വരുമോ? ഈ വീഡിയോയിലൂടെ നമുക്കത് പരിശോധിച്ച് നോക്കാം. കുളിച്ചു കഴിഞ്ഞ് ആദ്യം നടുഭാഗം തുടയ്ക്കുന്നത് പലരുടെയും ശീലമാണ്. ചിലർക്ക് ഇതിനുള്ള കാരണം നടുവേദന വരും എന്നതാണ്. വാസ്തവത്തിൽ തുടയ്ക്കുന്നതും നടുവേദനയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിച്ച് നോക്കാം. നാം പലപ്പോഴും തലമുറകളായി കേട്ടുവരുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇതിൽ ചിലത് വിശ്വസിക്കാനാവുന്നവയാണ്, ചിലത് വിശ്വസിക്കാൻ പറ്റാത്തവയുമാണ്. ചില പരമ്പരാഗത ചിന്താഗതികൾക്ക് അടിസ്ഥാനപരമായ ആരോഗ്യ വിശദീകരണങ്ങളും സയൻസ് നൽകുന്നുമുണ്ട്. ഇതിൽ ചിലത് സത്യമാണെങ്കിലും ചിലത് ദോഷകരമാണ്. വെറും വിഡ്ഢിത്തം എന്ന് തന്നെ പറയാം. ഇതിൽ ഒന്നാണ് കുളിച്ചു കഴിഞ്ഞാൽ ആദ്യം നടു തോർത്തണം എന്നത്. കുളിച്ചാൽ ആദ്യം നടുവിന്റെ ഭാഗം, അതായത് നമ്മുടെ പുറത്തിന്റെ ഭാഗം തോർത്തണം, അല്ലെങ്കിൽ നടുവേദന വരുമെന്ന് നാം ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലും പറഞ്ഞ് കേൾക്കാറുണ്ട്. ഇത് വിശ്വസിച്ച് കുളി കഴിഞ്ഞാൽ ആദ്യം നടുഭാഗം തോർത്തുന്നവരുമുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നടുഭാഗം ആദ്യം തുടച്ചില്ലെങ്കിൽ നടുവേദന വരും എന്നതിൽ വാസ്തവമില്ല. ഈ വെള്ളം തുടച്ചില്ലെങ്കിൽ തന്നെയും പിന്നീട് തനിയെ ആവിയായി പൊയ്ക്കൊള്ളും. ഇല്ലാതെ ഇതിൽ വാസ്തവമില്ലെന്നോർക്കണം. നടുവേദനയ്ക്ക് നാം കുളിച്ചു കഴിഞ്ഞ് തുടയ്ക്കുന്നതുമായോ ആദ്യം കുളിക്കുന്ന ഭാഗമായോ യാതൊരു ബന്ധവും ഇല്ലെന്നതാണ് വാസ്തവം. നടുവേദനയ്ക്കുള്ള കാരണങ്ങൾ മറ്റു പലതാണ്. ഇത് നാം ഇരിക്കുന്നതും നിൽക്കുന്നതും ഉൾപ്പെടെയുള്ള പല പോസുകളും പെടുന്നു. നമ്മുടെ പൊസിഷൻ, അതായത് നട്ടെല്ലിന്റെ പൊസിഷൻ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴുമെല്ലാം ശരിയല്ലാത്തതാണ് പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നത്. പലപ്പോഴും ശരിയായി ഇരിക്കാത്തത് നടുവിലെ അസ്വസ്ഥത, വഴക്കം കുറയുക, നട്ടെല്ല് ഡിസ്കിന്റെ പ്രശ്നങ്ങൾ, ചലനാത്മകത എന്നിവയ്ക്കും കാരണമാകുന്നു. മോശം നിലവാരമുള്ള മെത്തയിൽ ഉറങ്ങുന്നത് നടുവേദനയ്ക്കൊരു പ്രധാന കാരണമായേക്കാം. ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങളാണ് പലപ്പോഴും പലർക്കും നടുവേദന വരാൻ കാരണമായി മാറുന്നത്. നടുവേദന പലപ്പോഴും നിസ്സാരമായി എടുക്കേണ്ടതുമില്ല. ചില ഗുരുതര രോഗങ്ങളുടെ ലക്ഷണം കൂടിയാണിത്. ക്യാൻസർ പോലുള്ള പല രോഗങ്ങൾക്കും, പ്രത്യേകിച്ച് എല്ലുകളെ ബാധിക്കുന്ന ക്യാൻസറിന് ലക്ഷണമായി പറയാവുന്ന ഒന്നാണ് ഇത്. എല്ലുകളിലേക്ക് ക്യാൻസർ പടർന്നാൽ ഇത്തരം വേദനകളും പ്രശ്നങ്ങളും ഉണ്ടാകാം. സ്ത്രീകൾക്ക് യൂട്രസ് സംബന്ധമായ പല പ്രശ്നങ്ങളും നടുവേദനയ്ക്ക് കാരണമായി പറയാവുന്നതാണ്. നടുവേദനയുടെ കാരണമറിഞ്ഞ് ചികിത്സിക്കുക എന്നത് പ്രധാനമാണ്. ഇത് നിസ്സാരമായി എടുക്കേണ്ട ഒന്നല്ല. ഈ ഹെൽത്ത് ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.